ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ഫൈനൽ എപ്പിസോഡ്. അങ്ങനെ ഹീറോ ആ പ്ലേസിൽ ഇങ്ങനെ പറയുന്ന രാജാവൻ പ്രശ്നമാണ്, അങ്ങനെ എതിർ നാട്ടിലത്തെ വന്ന് ടോർച്ചർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പീറ്റേഴ്സ് മുമ്പ് പറയാൻ തുടങ്ങി, ഓക്കെ നമുക്ക് പോവാം എന്ന്. മാരവാസത്തിൽ അവരെല്ലാവരും പോകാൻ തുടങ്ങി കൊട്ടാരത്തേക്ക്. അങ്ങനെയായിട്ട് ഹീറോയിൻ നല്ല ഇങ്ങനെ ഫുൾ ഈ ഡ്രസ്സ് ഇട്ടാണ് ബാഗ് ഇട്ടുകൊണ്ട് ഹീറോയിൻ പോകാൻ തുടങ്ങി. വൈറ്റ് ഡ്രസ് ഫുൾ കവർ. അങ്ങനെ ആ പ്ലേസൊക്കെ വന്നു. ആ പ്ലേസ് വരുമ്പോൾ എല്ലാം പെട്ട്, അതെ വീൻ്റെ മൊത്തം പെട്ട് വീൻ്റെ അടുത്ത് വന്നിരുന്നു. അത് മാത്രമല്ലായിരുന്നു, വീക്കെന്നെ പറഞ്ഞ് കൊഞ്ചം തുടങ്ങി. ഇത് കണ്ടിട്ട് കിങ് ടയാം ഇത് കണ്ട് ഷോക്കായി. എന്താ ഈ പെട്ട് എനിക്ക് മാത്രമല്ലേ ഇങ്ങനെ അടുപ്പ്, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, ഇപ്പം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ വി പറഞ്ഞ എല്ലാവരും മന്ത്രിനെ എല്ലാവരോട് പോകാൻ പറഞ്ഞു വീനോട്. അങ്ങനെയായിട്ട് അവിടുത്തെ വീനോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് തനിയാൻ സംസാരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും പോകും, നിങ്ങൾക്ക് മാത്രം എത്ര പേര് ഇരിക്കണമെന്ന്. അങ്ങനെ എല്ലാ പടയ തലവൻ മൊത്തം ആൾ പോയി, എല്ലാവരും പുറത്തിരുന്നു. അങ്ങനെ ഈ പുറത്ത് സൗണ്ട് കേൾക്കാതെ മതി ഹീറോ മാജിക് യൂസ് ചെയ്തു. അങ്ങനെ ഹീറോമാർ ഇങ്ങനെ സീക്രട്ട് വീട് അങ്ങനെ അവരുടെ പ്ലേസൊക്കെ പോയി. അങ്ങനെ എല്ലാവരും പോയി. അങ്ങനെ വീൻ്റെ അടുത്ത് വന്നു. അങ്ങനെയായിട്ട് അവർ മാസ്ക് ഊറി. അത് കണ്ട് ഫുൾ മാസ്ക് ഇട്ട് അതായിരുന്നു. അത് കാണാൻ ഊറിയെ കണ്ട് ഷോക്കായി. കിം ടൈം ഷോക്കായി. അടുത്ത പ്രിൻസ് ഷോക്കായി. നീ എന്നെ മാതിരി ഉള്ളത്? ഞാൻ അതെ, ഞങ്ങളല്ല വന്നത്, ഞങ്ങൾ വേറെ പ്ലേസിന് വന്നതാ. അതുമാത്രമല്ല നിനക്ക് പ്രശ്നമാണ്, നിനക്ക് പ്ലോബിളാവും. കാരണം ഞങ്ങൾക്കറിയൂ എതിർത്ത നാട്ടുകാരൻ നിങ്ങളെ വന്ന് കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്. ബാക്കി താൻ പറയാ, ബാക്കി ബോയ്സിനോടൊപ്പം മാസ്ക് ഊരാൻ പറയും. ഇവനറിയോ, ഇത് അവിടുത്തെ പ്രിൻസ്. അതെ, ഇവരെ പോലെയുള്ള ബാക്കി അവരുടെ കൂടെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോ, ഇവരെ നമ്പിക്കോളാം. മാത്രം അതേ ജാക്സൺ പറഞ്ഞ പ്രിൻസ് നിങ്ങൾ ഇങ്ങനെ സംബന്ധിയാവേണ്ട. അങ്ങനെയായിട്ട് പറഞ്ഞു. ഇത് കേട്ടിട്ട് പ്രിൻസ് ഓക്കെ എന്ന് പറഞ്ഞു. പ്രിൻസിക്ക് ബാക്കി പ്രിൻസ് പറഞ്ഞു എനിക്ക് ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന്. ബാക്കി അങ്ങനെ ആദ്യം ജിന്നിൻ്റെ കൊട്ടാരത്തേക്ക് പോയി. അങ്ങനെ പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ്. കൂടെ ഇങ്ങനെ പറഞ്ഞു ഒക്കെ ഒപ്പൊന്നും സമ്മതിച്ചു വിയും. അങ്ങനെ ജിന്നു ഓക്കെ എന്ന് പറഞ്ഞു. അവരുടെ ഡീൽ ഓക്കെ ആയി. ജിന്നു വന്നു. എല്ലാ പ്ലേസ് പോയിട്ട് ഫ്രണ്ട് മതി എല്ലാവരോടും ഓക്കെ അവരുടെ ഡീലൊക്കെ അവർക്ക് എല്ലാത്തേക്കും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ബാക്കി 6 പ്രിൻസ് ഇങ്ങനെ കൊട്ടാരത്തേക്ക് വന്നു. അങ്ങനെ ജിൻ പ്രിൻസ് വന്നിരുന്നു. എന്താ പറയുക, ഹലോ മിസ്റ്റർ. അങ്ങനെ ജിൻ തിരിഞ്ഞു. ഓക്കെ ജിന്നിന് ഒരേയാൾ. ആരാ നീ? അപ്പോൾ ഷുഗൻ എടുത്തു വന്നു. ഷുഗൻ ഞെട്ടി, ആറും ഞെട്ടി. ബാക്കി 7 പ്രിൻസ് 6 പ്രിൻസ് 6 മാറി ബോയ്സ് മാറി ഉണ്ടായിരുന്നു. ഇത് കണ്ട് 6 പ്രിൻസുമാർക്ക് ഷോക്കായി പോയി. നിങ്ങൾ ഷോക്കായോ? അപ്പോൾ പ്രിൻസ് പറയാൻ ടൈം എന്നെ മതിയുണ്ട് ഇവിടെ കണ്ടോ, ഇവളെ മതിയുണ്ട്. എന്താ നടന്ന കാര്യം അവരോട് പറയാം. എന്ത് ജാക്സണാണ് ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? അതെ, നിങ്ങളെ എതിർ നാട്ടിൽ നിങ്ങളെല്ലാവരും ഏത് രാജ്യങ്ങൾ അവർക്ക് വേണം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവൻ്റെ പ്ലാൻ. നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങൾ 7 നാടത്തിന് മേലെ അവനക്ക് ടാർഗറ്റാണ്. ബാക്കി നാടെല്ലാം അവന് ഫസ്റ്റ് നിങ്ങളെ നാടാണ് അല്ലേ ഇതുള്ളത്, അടുത്താണുള്ളത്. അതുകൊണ്ട് നിങ്ങളെ നാട് തട്ടിയെടുക്കും, അടുത്ത നാട്ടിലേക്ക് അവൻ പോവും. അതാണ് അവൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഞങ്ങളിത് ചെയ്യാമെന്ന്. അങ്ങനെ ആ പ്രിൻസ് ജാക്സൺ വന്നു. അങ്ങനെ ആ വീനെ കൊല്ലാൻ മതി വന്നു. അങ്ങനെ പറയാൻ തുടങ്ങി എന്താ പ്രിൻസ് ചെയ്യുന്നത്? അങ്ങനെ വീന് മതി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതിരിയായിരുന്നു. അങ്ങനെ മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഇവിടെ ഉണ്ട്, അകത്തുണ്ട്. ഒരു ഗോളിൽ വെച്ച് വീനെ എന്തെല്ലാം തപ്പ് പറയായിരുന്നു. നിങ്ങൾ വേറെ നാട്ടിലത്തെ ഫ്രണ്ട്സസ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. വേറെ നാട്ടിലെ ഫ്രണ്ട്സസും അവനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു. ആ ഗേളുടെ കൂടെ എന്തെല്ലാം ചെയ്യുന്നത് അകത്ത് റൂമിലുണ്ട് പറഞ്ഞത്. ഉണ്ട് പറഞ്ഞ് അങ്ങനെ പ്രിൻസ് ഉണ്ടോയെന്ന്. അങ്ങനെ ഇട്ട് അകത്ത് വന്ന് നോക്കുമ്പോൾ ആരുമില്ല. പ്രിൻസസ്സും ഇല്ല. പ്രിൻസസ് അടുത്തായിരുന്നില്ല വന്നു പ്ലേസിന്. അതൊരു ഇത് ചെയ്തതായിരുന്നു. അങ്ങനെയായിട്ട് അവനൊക്കെ ഷാക്കായി. എന്ത് പ്രിൻസ് കിം ടൈം ഞാനിവിടെ തന്നെ ഉണ്ട് അങ്ങനെ പറഞ്ഞു. അവനൊക്കെ കൺഫ്യൂസായി. അങ്ങനെയായിട്ട് ഇങ്ങനെ അവൻ്റെ പോരൊക്കെ വന്ന് ഇങ്ങനെ പ്രേതമാതിരി ആക്ടിങ് ആക്കിയിട്ട് അവനെ പേടിക്കുക. പിന്നെ ഒരു സൈഡിൽ അവന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പേടിപ്പിച്ച് അവനക്ക് അസുഖം വന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് 7 രാജ്യത്തെ പ്രിൻസ് വന്ന് അവനെ എതിർത്ത്
പിന്നെ ആ പ്ലേസ് പാലസ് മൊത്ത കൊട്ടാരം അവരൊക്കെ സ്വന്തമായി. അങ്ങനെ ജാക്സൺ പറയുന്ന പ്രിൻസിനെ അവനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ആ അവൻ്റെ ശല്യം പോയി. അങ്ങനെ 7 ഫ്രണ്ട്സുമാർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് നിങ്ങളെ പിടിച്ചിനി, അതുകൊണ്ട് ശരി ഓക്കെ നിങ്ങൾക്ക് എനിക്ക് പോവാം. അങ്ങനെയായിട്ട് ഹീറോ ചെന്ന് നിങ്ങൾക്കൊരു പോർട്ടൽ ഉണ്ടാക്കാം. അങ്ങനെ ഈ മേഡ് വേൾഡിക്ക് ജോയിൻ്റായി, ഈ പ്ലേസ് ജോയിൻ്റായി. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കും പറ്റും. അങ്ങനെ ആ പ്ലേസുള്ളവർ ഇങ്ങനെ അവിടേക്ക് വരും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാം. അങ്ങനെ ഏത് പ്രിൻസ് വന്ന് ഈ പ്ലേസിൽ വന്നു, എന്ത് പറ്റി, ഓക്കെ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇതാക്കും. പിന്നെ ഹീറോയിൽ ചെന്ന് ഇവരെ കോപ്പി നിങ്ങൾക്ക് തരാം, ഞാൻ ഇവർ എന്തെല്ലാം ചെയ്യുന്ന ഡീറ്റെയിൽസ് മൊത്തം തരാം. ഹീറോയി 7 ക്യാരക്ടർ ഹീറോമാരെയുള്ളൂ. 7 ഹീറോമാർക്ക് 7 അവർ എന്തെല്ലാം ചെയ്യുക, അവരുടെ അമ്മ എങ്ങനെയുള്ളത് അതെല്ലാം അവർക്ക് എന്തെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ടാബ്ലറ്റ് മാജിക് യൂസ് ചെയ്ത് അത് കൊടുത്തു. പിന്നെ വിമാർ 7 പേർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ആക്ടിങ് അത് ഇതെല്ലാം ടാലൻറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കോപ്റ്റേ കഷ്ടപ്പെട്ട് ഡാൻസ് കളിക്കുക. അതിനായിട്ട് അവർ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കഷ്ടപ്പെടും മോശമില്ലാന്ന് അവർ മാജിക് യൂസ് ഡാൻസ് കളിക്കായിരുന്നു. അതിനായിട്ട് 7 പേർ പറയുന്നത് സാഡായിരുന്നു. അങ്ങനെ പ്രിൻസ് വന്ന് പറഞ്ഞു, എന്താടാ പറ്റി, ഇല്ല ഞങ്ങൾക്കിപ്പോൾ ഷൂട്ടിങ് ഡാൻസ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വൈഫ് കൂടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പറഞ്ഞു. പറയുന്നത്, എൻ്റെ വൈഫ് വരുന്നിട്ടാണ്, ഞാൻ വൈഫിനെ ക്യാരിങ്ങിന് വെക്കണു. ഓരോന്നാൾ പറഞ്ഞു. ഒരു ക്യാരക്ടർ പതിയുള്ള അവർ പറയാൻ തുടങ്ങി, നീ വൈഫിനെ നോക്കിയോ, ഞങ്ങളെല്ലാവരും പോയിട്ട് കളിക്കുക, നിങ്ങളുടെ വൈഫിനെ ഇങ്ങനെ നോക്കണം. 7 പേരെ വൈഫ് വരുന്നിട്ടാണ് അത് പറയാൻ തയ്യാറായിട്ടിരുന്നു. ട്രിപ്പ് പോകുന്നത് ക്യാൻസലായി. അപ്പോൾ 7 പറയാൻ തുടങ്ങി, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവർ പ്രിൻസ്മാർ അങ്ങനെ ഐഡൽമാർ ഡാൻസ് കളിച്ച് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവർക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ പറയാൻ തുടങ്ങി, വി എന്ത് പറ്റി, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു വരുന്നു, അതുക്ക് നീ വിഷമിക്കേണ്ട, നിനക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ വീക്ക് കുറച്ച് കഷ്ടമായ വീക്കും കുറച്ച് ഹെൽപ്പ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. വീക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ പറയാൻ തുടങ്ങി, ആ കൊട്ടാരത്തിൽ ഈ പ്ലേസിൽ പോയി ഇവിടെ മെഡിസിൻ എല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടേക്ക് പോയി ഇങ്ങനെ സ്വീകരണം ചെയ്യുന്നു നാട്ടുകാർക്ക്. ഇങ്ങനെ എല്ലാവരും ഹാപ്പി ഫാമിലി സന്തോഷത്തിലിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് സമ്മർ മമ്മി വന്ന് ഹാപ്പിനി സ്പെഷ്യൽ പാർട്ട്. അങ്ങനെ ഹീറോ മറിയ മമ്മി 7 പേര് മമ്മി ഡാഡി കണ്ട് ഷോക്കായി പോയി. ഇതിലേതാണ്ട് മമ്മി ഇത് പ്രിൻസ് നടന്ന കാര്യം പറഞ്ഞു, അവർക്ക് ഷോക്കായി പോയി. അങ്ങനെ ആ പ്രിൻസിപ്പൽസ് പോയി അവിടെ നോക്കുമ്പോൾ ഹോറർ മാറി അവർ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി, അവരെല്ലാവരും ജോയിൻറ്റ് ഫാമിലി ആയിട്ട് മാറി. അങ്ങനെ അവരെല്ലാം സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ ഇങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഈ പ്ലേസിലെല്ലാം സന്തോഷമായി. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി, ശരി ഓക്കെ. അങ്ങനെയായിട്ട് ആ പ്ലേസിൽ നന്നായിട്ട് പീറ്റേഴ്സ് മെമ്പർ എൻ്റെ മമ്മി ഡാഡി എൻജോയ് ചെയ്ത് അവരെ കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഹാപ്പി എൻഡിങ്, ബൈ ബൈ, സീ യു, ടാ.